ദിനവൃത്താന്തം 1-ാം പുസ്തകം 12-ാം അധ്യായം 18 മുതൽ 23 വരെ തിരുവചനങ്ങൾ. ബാരക്കുമോർ. അപ്പോൾ 30 പേരിൽ തലവനായ അമാസായിയുടെ മേൽ ആത്മാവ് വന്നു. ദാവീദേ വരിക, യിശ്ശായി പുത്ര വരിക, ഞാൻ നിന്നോടുകൂടെ, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട. നിന്റെ സഹായിയിൽ നിന്ന് നിനക്ക് സമാധാനം അയക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ദൈവമല്ലോ എപ്പോഴും നിന്നെ സഹായിക്കുന്നത് എന്നവൻ പറഞ്ഞു. ദാവീദ് അവരെ സ്വീകരിച്ച് സൈന്യ തലവന്മാരാക്കി. ദാവീദ് ഫെലിസ്ത്യരോടുകൂടെ ശൗലിന്റെ നേരെ യുദ്ധത്തിന് ചെന്നപ്പോൾ മനശ്ശേയരിൽ ചിലരും അവനോട് ചേർന്നു. എന്തെന്നാൽ ശൗലിനെ സഹായിക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഫെലിസ്ത്യ പ്രഭുക്കന്മാരുമായി അവർ ആലോചിച്ചിട്ട്, ഞങ്ങൾ ആദ്യം ശൗലിനോട് യുദ്ധം ചെയ്യാം, അവൻ സീക്ലാഗിൽ വരുമ്പോൾ അവനെ ജീവനോട് പിടികൂടാം എന്ന് പറഞ്ഞു. മനശ്ശെയിൽ നിന്ന് അദ്നാഹ്, യോസാബാദ്, യെദീയയേൽ, മീഖായേൽ, യോസാബാദ്, എലീഹു, സില്ലെഥായി എന്നീ മനശ്ശെയ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. അവർ സർവ്വസേനയ്ക്കും അധിപന്മാരായിരുന്നതിനാൽ ഇഷ്ടാനുസരണം പ്രവർത്തിച്ചിരുന്നു. ദിവസം പ്രതി അവർ അവൻ്റെ അടുക്കൽ ഭക്ഷണത്തിന് വന്നു. അവൻ അവരെ ഏറ്റവും സ്നേഹിച്ചു വന്നു. കർത്താവേ, വൈരികളാൽ ഉപദ്രവിക്കപ്പെടുന്നവരായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. ആമേൻ.